സുഹൃത്തുക്കളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമാ താരങ്ങളായാലും അതുപോലെ സംവിധായകരായാലും മറ്റുള്ളവരായാലും എല്ലാവരും നിൽക്കുന്നത് രഞ്ജിത്തിന്റെ കൂടെ തന്നെയാണ്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അതായത് രഞ്ജിത്തിന് ഇപ്പോൾ തൽക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിലും പിന്നെ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല ഭയവുമാണ്. സിനിമാക്കാർക്ക് മുഴുവൻ എന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് എന്ന് പറയുന്ന ആളെ നല്ല ഭയമാണെന്ന് എല്ലാവർക്കും അറിയാം. രഞ്ജിത്ത് എല്ലാവരെയും ഭയപ്പെടുത്തി നിർത്തുന്ന ഒരു മാടമ്പി തന്നെയായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഹൻ സീനുലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അയാൾ പറയുന്നൊരു കാര്യം കേട്ടപ്പോൾ അയാളുടെയൊക്കെ നിലപാട്, എന്ത് നിലപാട് അയാൾക്കുള്ളത്? അയാൾ പറയുന്നത് രഞ്ജിത്ത് ഏട്ടൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മക്കൾ വിളിച്ചു പറഞ്ഞു, മക്കൾ വലിയ വിഷമത്തിലാണ്, അതുമാത്രവുമല്ല അയാളുടെ ലിവറൊക്കെ മാറ്റിവെച്ചതാണ്, കുറച്ചൊക്കെ ഉളുപ്പുണ്ടെങ്കിൽ ഇവനൊക്കെ വന്നിട്ട് ഇതുപോലെയുള്ള വർത്താനം പറയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് സഹപ്രവർത്തകയായ ഒരു യുവതി, ഒരു നടി അല്ലെങ്കിൽ ഒരു സ്ത്രീ, അവരെന്ന് പറഞ്ഞ് അവരുടെ മാനത്തിന് വേണ്ടി പോരാടുമ്പോഴെന്ന് പറഞ്ഞ് ഇവനൊക്കെ എവിടെയായിരുന്നു? അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നെ അവിടെ കാവലിൽ നിന്നവൻ എവിടെയാണ്? പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ കൊണ്ടുപോയിട്ട് രക്ഷപ്പെടുത്താൻ വേണ്ടി നിന്ന ഒരു അമേരിക്കൻ മുതലാളി, അതായത് ബോബി എന്ന് പറയുന്ന ഒരുത്തൻ, അവൻ എവിടെയാണ്? അതാണ് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടത്. സിനിമാക്കാർ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയുടെ കൂടെയൊന്നും അല്ല. സിനിമാക്കാർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സുകൊണ്ട് രഞ്ജിത്തിന്റെ കൂടെയാണ്. പിന്നെ ആർക്കും ഇപ്പോഴും തുറന്നു പറയാൻ കഴിയില്ല. കാരണം എന്താ? തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓമിന്റെ മലയാള സിനിമയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് ഒരു മനുഷ്യൻ പോലും തുറന്നു പറയില്ല. ഏതായാലും നമുക്കൊരു കാര്യം ചെയ്യാം. ഈ സോഹൻ സീനിലാല് എന്ന് പറയുന്ന ആ ഒരു വലിയ മാന്യൻ പറയുന്ന ഒരു വാക്ക് കേൾക്കുക. കുറച്ചൊക്കെ ഉളുപ്പുണ്ടെങ്കിൽ അയാൾ ഇമാതിരി തോന്നിവാസം വന്നിട്ട് പറയില്ല. ഒരു കാര്യം ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ്, ഇവൻ്റെയൊക്കെ സിനിമ നിങ്ങൾ കാണരുത്. കാരണം വെച്ചാൽ ഇവനൊക്കെ നമ്മുടെ സിനിമ കണ്ടാൽ മാത്രമേ ഇവൻ്റെയൊക്കെ സിനിമ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ളവൻ്റെയൊക്കെ സിനിമ കാണരുത്. ഇവൻ്റെ വീട്ടിലുള്ള ആർക്കെങ്കിലുമാണ് ഇത് സംഭവിച്ചെങ്കിൽ ഇവനിങ്ങനെ പറയോ, ഇവനിങ്ങനെ ചെയ്യോ? ഇത് ആർക്കോ അല്ലേ? ഏതോ പെണ്ണിനല്ലേ? അല്ലെ ഏതോ നടിക്കല്ലേ? നമുക്കറിയുന്ന ആൾക്കല്ലല്ലോ, അല്ലെങ്കിൽ നമുക്കറിയാത്ത ആൾക്കല്ലേ? പിന്നെന്താന്ന് പ്രശ്നം എന്നാണ് ചിലരുടെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കൊരു കാര്യം ചെയ്യാം, അത് കേട്ടിട്ട് വരാം. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് എപ്പോഴും നമ്മൾ ആ സ്ത്രീയുടെ അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ഒപ്പം തന്നെയാണ്. എന്തെങ്കിലും അവർ പറയുന്നതിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടായിരിക്കുമല്ലോ അവരൊരു പരാതി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവർക്കൊപ്പം തന്നെയാണ്, അവർക്ക് നീതി ലഭിക്കേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യും. അതെ, അതും കൂടി ഒന്ന് പറയാനാണ് ഞാൻ. അതായത് രഞ്ജിത്തേട്ടൻ്റെ മകൻ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ അവൻ വളരെ വിഷമത്തിൽ വിളിച്ചു, അപ്പനിങ്ങനെ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥയെ പറ്റിയിട്ടൊക്കെ എനിക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ലിവർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ ചെയ്താണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമത്തിലാണ് ഈ മകൻ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഒറ്റക്കാവേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, ഹോസ്പിറ്റലിലേക്ക് വരാം. അത് തികച്ചും അതൊരു ഇതിനെ എങ്ങനെയെങ്കിലും സ്വാധീനിക്കപ്പെടും എന്ന രീതിയിൽ അത് വ്യാഖ്യാനിക്കപ്പെടും എന്ന് ഞാൻ കരുതിയില്ല. കാരണം ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ മറ്റ് രീതിയിലൊക്കെയുള്ള ഇടപെടലല്ല. ഞാൻ കുഞ്ചുവിനെ, അതായത് രഞ്ജിത്തേട്ടൻ്റെ മകനെ ആശ്വസിപ്പിക്കാൻ അവൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോയതാണ്. മറ്റൊന്ന്, ഈ ICC അംഗമായിരുന്ന സിയാദ് വക്കീൽ ഇന്നലെ അത് രാജിവെച്ചിട്ട് ഇന്ന് രഞ്ജിത്തിന്റെ വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് അതിൽ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ ICയിൽ ഈ പെൺകുട്ടി പരാതി നൽകിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും IC ഈ വിഷയത്തിൽ അന്വേഷിക്കുന്നില്ല, അല്ലെങ്കിൽ ICയുടെ മുമ്പിലല്ല ഈ കുട്ടി പരാതി നൽകിയിരിക്കുന്നത്. ഈ കുട്ടി ഞാൻ മനസ്സിലാക്കിയത് കമ്മീഷണറുടെ മുമ്പിലാണ്. അപ്പോൾ കമ്മീഷണറുടെ സംവിധാനത്തിൽ, നോഡൽ ഓഫീസറുടെ സംവിധാനത്തിലൊക്കെ വനിതാ ഓഫീസേഴ്സും ഒക്കെയാണ് ഇത് അന്വേഷിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മുടെ സോഹൻ സീലുലാൽ എന്ന് പറയുന്ന നടനും സംവിധായകനും അതുപോലെ തന്നെ സിനിമാ സംഘടനകളൊക്കെ ഉള്ള ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ടാൽ തന്നെ നമുക്കറിയാം ആ പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ നടിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീതിയും കിട്ടത്തില്ല ഇവരുടെ അടുത്തുനിന്ന്. കാരണം ഇവരെല്ലാവരും എന്ന് പറഞ്ഞാൽ രഞ്ജിത്ത് എന്ന് പറയുന്ന ആ ഒരാളുടെ കൂടെ തന്നെയാണ്. അയാൾക്ക് വേണ്ടിയിട്ട് വിടുപണി എടുക്കുകയാണ് ഇവരെല്ലാം ചെയ്യുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. രഞ്ജിത്തിൻ്റെ കൂടെ നമ്മളെ മഹാനടന്മാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം പത്തി വടക്കി ഇരിക്കലാണ്. ഏതെങ്കിലും ഒരു മഹാനടൻ രഞ്ജിത്തിനെ പറ്റി തള്ളി പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടി രഞ്ജിത്തിനെ തള്ളി പറഞ്ഞിട്ടുണ്ടോ? എല്ലാവർക്കും രഞ്ജിയേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാടമ്പി തന്നെയാണ്. ആ മാടമ്പിയെ പണക്കാൻ സിനിമാക്കാരിൽ ആരും തയ്യാറല്ല. അതാണ് പറയുന്നത്. ഒരാൾ പോലും അഭിപ്രായം പറയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കുക. അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇവനൊക്കെ വന്നിട്ട് ഇതുപോലെയുള്ള വർത്താനം പറയോ?
എന്തെങ്കിലും ഒരു സ്നേഹം ഈ സിനിമാ മേഖലയിലുള്ള സ്ത്രീകളോടുണ്ടെങ്കിൽ ഇവനൊക്കെ വന്നിട്ട് പറയോ? ഒരിക്കലും പറയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇയാളൊക്കെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തിരിക്കുന്ന കാലങ്ങളിലൊക്കെ ഇയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. എത്ര പേര് ഇദ്ദേഹത്തിന്റെ മുന്നിൽ മാനത്തിന് വേണ്ടിയിട്ട് കാല് പിടിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇനി സിനിമാ താരങ്ങളായ മെയിൻ നടിമാരുടെ കാര്യം പോട്ടെ, എത്രമാത്രം ജൂനിയർ ആർട്ടിസ്റ്റുകളുണ്ട്, അതുപോലെയുള്ള സിനിമാക്കാർ ഒരുപാട് പേരില്ലേ. എല്ലാവരെയും എന്ന് പറഞ്ഞാൽ ഇയാൾ ഏത് കണ്ണുണ്ടായിരിക്കും കണ്ടിട്ടുണ്ടാകുക. ഇപ്പോഴൊന്നും അല്ലല്ലോ, ഇയാളെ പറ്റിയിട്ടുള്ള കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാൾ മുന്നേ തന്നെ വന്നതാണ്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ ഇയാൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോയതാണെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 3-4 പേജ് ഉണ്ടല്ലോ, ആ പേജ് പുറത്തു വിട്ട് കഴിഞ്ഞാൽ പല മാന്യന്മാരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത് ആരെ സംരക്ഷിക്കാനാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതായത് ഇവനെ പോലെയുള്ള തോന്നിയവാസികളെ സംരക്ഷിച്ചിട്ട് ഇവിടെ എന്താണ് കിട്ടുന്നത്? എന്തുകൊണ്ട് ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീക്ക് പിന്തുണ ഇല്ലെങ്കിൽ ആ ഒരു നടിക്ക്, ഇവരൊക്കെ ഇവൻ വർത്താനം പറയുമ്പോൾ, ഇപ്പൊ സീനുലാൽ തന്നെ വർത്താനം പറയുമ്പോൾ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ഞാൻ അവരുടെ ഭാഗത്താണ്, പക്ഷേ രഞ്ജിയേട്ടൻ എനിക്ക് രക്ഷിക്കുകയും വേണം. അതായത് ഞാൻ സ്ത്രീയുടെ ഭാഗത്താണ്, എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അവരുടെ ഭാഗത്ത് തന്നെയാണ്, പക്ഷെ എനിക്ക് രഞ്ജിയേട്ടനെ രക്ഷിക്കണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇവര് പരാതി ഇവരുടെ നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവരുടെ എങ്ങനെയാണ് പരാതി നൽകുക? ഇവരുടെ പരാതി നൽകി കഴിഞ്ഞാൽ ഈ രഞ്ജിത്തിന് എന്ന ഇവർ മൂക്കിൽ വലിച്ചു കയറ്റുമോ? ഒരൊലക്കുകയും ചെയ്യത്തില്ല. രഞ്ജിത്ത് എന്ന് പറയുന്നവന് ഒന്നും ചെയ്യാൻ ഇവർക്ക് കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അടിമകളാണ്. രഞ്ജിത്ത് എന്ന് പറയുന്നയാളുടെ അടിമകളാണ് ഇവരൊക്കെ. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ രഞ്ജിത്തിനെ കാണുമ്പോഴും മുട്ടുപടക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ തൊഴുത് നിൽക്കുന്ന വർഗങ്ങൾ തന്നെയാണ്, യാതൊരു സംശയവുമില്ല. അത് നമ്മുടെ പ്രധാനപ്പെട്ട നടന്മാർ, അതായത് ഇവിടെയുള്ള സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന എല്ലാ ടീമുകളും രഞ്ജിത്തിന്റെ അടുത്ത് എത്തുമ്പോഴേ രണ്ട് മുട്ടും ഇങ്ങനെ കെട്ടുകിട മുട്ടുന്ന ടീമുകളാണ്. ഒരക്ഷരം പറയില്ലല്ലോ അവര്. ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ രഞ്ജിത്തിനാന്ന് പറഞ്ഞാൽ സ്വകാര്യമായിട്ട് ചിലപ്പോൾ പോയിട്ട് സന്ദർശിക്കും, അതുപോലെ സ്വകാര്യമായിട്ട് ഇപ്പൊ വീട്ടിലേക്ക് വിളിച്ചിട്ട് പിന്തുണ അറിയിക്കും. ഇതൊക്കെ ചെയ്യുമെന്നല്ലാതെ ഇവന്മാർ ഒന്നും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു, അതായത് കൃത്യസമയത്തുള്ള ഇടപെടലോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് നമ്മുടെ സിനിമാക്കാർ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ പെൺകുട്ടിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ വലിയ സ്രാവുകൾ എടുക്കുന്നൊന്നും അവരൊന്നും ചെയ്യാൻ പറ്റൂല. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഒരു സിനിമയോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ സിനിമാ ജീവിതം കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. ഇനി അതിന് വേറെ ഈ സിനിമാ ജീവിതമോ അല്ലെങ്കിൽ ഇനി ഒരു സിനിമ കിട്ടുകയോ ഒന്നും ചെയ്യില്ല. ഇതിനു മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിലും വലിയ ഒരു പണച്ചാക്ക്, അതായത് എല്ലാവർക്കും അറിയുന്ന ഒരു നടൻ തന്നെയാണ്. ഇപ്പൊ അന്നാന്ന് പിന്നെ പശു ആട് എന്നാലും മറ്റൊരു സിനിമയൊക്കെ ഉണ്ട് അവൻ്റെ. ആ സിനിമയിൽ അതിൻ്റെ പിന്നെ എന്താ പറയുക, ഒരു വലിയ കൊണാണ്ടർ ഉണ്ടായിരുന്നു, അവൻ്റെ സിനിമയിൽ അഭിനയിച്ചു. അതുപോലെ തന്നെ പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ കൂടെ പോകുന്നവനെ നമുക്കൊന്നും പറയാൻ പറ്റൂല. അങ്ങനെ ആ ഒരു സ്ത്രീയുടെ ആ ഒരു നായിക എവിടെ ഇപ്പോഴും അവർക്ക് ആരാന്ന് ഇത് കൊടുത്തിരിക്കുന്നത്, പിന്നെ ചാൻസ് കൊടുത്തത് ഒരാളും കൊടുക്കത്തില്ല. അതായത് സിനിമാക്കാർക്കെതിരെ കംപ്ലൈന്റ് കൊടുത്താലേ പിന്നെ അവർ വേറെ ഒരു സിനിമയിലും ഇവരെ പ്രവേശിപ്പിക്കത്തില്ല, വേറെ ഒരു സിനിമയിലും ഇവരെ അഭിനയിപ്പിക്കത്തില്ല. അങ്ങനെ സിനിമാക്കാർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു ലോകമാണ്, അവരുടേതായ ഒരു സങ്കേതമാണത്. അതാണ് പറയേണ്ടത്. ഇതിൽ പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താ വെച്ചാൽ, ഇവൻ്റെയൊക്കെ സിനിമ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും പോയിട്ട് കണ്ടുപോകരുത്. അതായത് രഞ്ജിത്ത് എന്ന് പറയുന്നവൻ്റെ ആയാലും അല്ല മറ്റുള്ളവൻ്റെ ആയിക്കഴിഞ്ഞാലും സിനിമകൾ വന്ന ഒരു കാരണവശാലും അങ്ങോട്ട് നീങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവറ്റകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ പൊട്ടി തകർന്നിട്ട് ഇവനെയൊക്കെ വെച്ചിട്ട് സിനിമ എടുക്കാൻ ആളില്ലാതിരിക്കണം. ഇപ്പോഴെന്ന് പറഞ്ഞാൽ കാരവാനൊക്കെ കൊടുത്തവനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ മുഞ്ചിരിക്കുക. കാരണം എന്താ, 10, 30, 45 ലക്ഷം ഉറുപ്പ്യാണ് അവൻ്റെ പോയത്. ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ ഈ കാരവാൻ തിരിച്ച് കിട്ടുമ്പോഴേക്കും തന്നെ കേസ് കഴിയുമ്പോഴേ തിരിച്ചു കിട്ടുള്ളൂ. അപ്പോഴേക്കും ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ കടത്തുമിൽ കടായിട്ട് ഇവിടെ ഇക്ഷ ഇമ്മ വരച്ചിട്ടുണ്ടാകും. അതായത് രഞ്ജിത്ത് എന്ന് പറയുന്നവൻ്റെ ചെറ്റത്തരം കൊണ്ട് എത്ര ആൾക്കാരാണ് വഴിയാധാരമായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതാണ് പറയുന്നത്, രഞ്ജിത്തിന് എപ്പോഴും ജയ് വിളിക്കാനും രഞ്ജിത്തിനെ കൊണ്ട് നടക്കാനും രഞ്ജിത്തിന് വേണ്ടി സംസാരിക്കാനൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ആളുണ്ട്. നേരെ മറിച്ച് എന്നാണ് ഇവരൊക്കെ മനസ്സുകൊണ്ടല്ല, ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഈ പിന്നെ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ പറയുന്നത് ഞങ്ങൾ നടിയുടെ കൂടെയാണ്, ഞങ്ങൾ ഇരക്കൊപ്പമാണ് എന്നൊക്കെ വെറും പ്രഹസനം മാത്രമാണ്. ഇവിടെയുള്ള വനിതകളും മിണ്ടൂല, അതുപോലെ പ്രധാനപ്പെട്ട നടന്മാരും മിണ്ടൂല, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പലതും വരുന്നതിൽ പ്രതികരിക്കുന്ന ഒരു സമൂഹമുണ്ട്. ആ സമൂഹം തീരെ മിണ്ടത്തില്ല. കാരണം എന്താ, ഇപ്പുറത്തെ ഭാഗത്ത് രഞ്ജിത്താണ്, അതുകൊണ്ട് മിണ്ടൂല എന്ന് എനിക്ക് പറയാനുള്ളൂ. നന്ദി, നമസ്കാരം. ഹൈപ്പ് ചെയ്തോട്ടാ. ബൈ ബൈ.